ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വരെ സ്വീകരിക്കാം? അത് ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിലും മറ്റു ട്രാൻസ്ഫർ ആണെങ്കിലും ബാങ്കോ അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് ഏജൻസികളോ സ്പെസിഫിക് ലിമിറ്റ് പറയുന്നില്ല എങ്കിലും GST, ഇൻകം ടാക്സ് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എമൗണ്ടുകൾ മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാൻ കഴിയുന്നത്. പ്രധാനമായും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോൺ. നമ്മൾ ബാങ്കിൽ നിന്നോ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ കടമായി വാങ്ങുന്ന എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാം. ക്യാഷായി കടം വാങ്ങുന്നത് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടെ റെഫർ ചെയ്യുക. 20,000 രൂപയാണ് ഒരു വർഷം ക്യാഷായി നമുക്ക് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ എമൗണ്ട് കടമായി വാങ്ങണമെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സ്വീകരിക്കണം. അതുപോലെ റീപേയ്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ കൊടുക്കണം. നമ്മൾ ലോൺ എടുക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണെങ്കിലും ബാങ്കിൽ നിന്നാണെങ്കിലും GSTയോ ഇൻകം ടാക്സോ അട്രാക്ട് ചെയ്യത്തില്ല. ബിസിനസ് ഇൻകം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാം. GSTയും ഇൻകം ടാക്സും ബിസിനസ് ഇൻകത്തിൽ ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. GST രജിസ്ട്രേഷൻ എടുക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ 40 ലക്ഷം രൂപയും സർവീസ് ബിസിനസ് ആണെങ്കിൽ 20 ലക്ഷം രൂപയാണ് ലിമിറ്റ്. അതിൽ കൂടുതൽ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ സെയിൽസ് ആയിട്ട് സ്വീകരിക്കാൻ പാടില്ല. ബാങ്ക് അക്കൗണ്ടിൽ റിസീവ് ചെയ്യുക മാത്രമല്ല, ക്യാഷായി വാങ്ങിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും പാടില്ല. ഇനി GST രജിസ്ട്രേഷൻ എടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര രൂപയാണോ റിട്ടേണിൽ കാണിക്കുന്നത് ആ എമൗണ്ടിന് അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. GSTയെ കുറിച്ചും GST രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ GST ഒന്ന് കമന്റ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. ബിസിനസ് ഇൻകത്തിനോടൊപ്പം ബിസിനസിന്റെ ആവശ്യത്തിൽ വാങ്ങുന്ന ഡിപ്പോസിറ്റുകളോ അല്ലെങ്കിൽ അഡ്വാൻസുകളോ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാവുന്നതാണ്. അടുത്തതായി വരുന്നത് സാലറി ഇൻകമാണ്. സാലറി ഇൻകം എത്ര രൂപ വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാം. അതുപോലെ ക്യാഷായി വാങ്ങി ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഇൻകം ടാക്സ് അത് പ്രോപ്പറായിട്ട് ഈ എമൗണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട റെസിപ്റ്റ് ആണ് ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം റിസീവ് ചെയ്യുക. ഹൗസ് പ്രോപ്പർട്ടി വേറെ ഒന്നുമല്ല, നമുക്ക് ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഷോപ്പുകളുണ്ട്, അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്ത് വാടക വാങ്ങുന്നതിനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുക. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാം. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം GSTയും ഇൻകം ടാക്സോട് കണക്റ്റഡ് ആണ്. ഒരു വ്യക്തി GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, അയാൾ വാടകയ്ക്ക് കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ആ എമൗണ്ടിന് മുകളിൽ GST ചാർജ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ റെസിപ്റ്റുകൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് സ്വീകരിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. അതേ സമയത്ത് വീടാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ GST കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇത്രയും എമൗണ്ട് ഇൻകം ടാക്സിൽ കാണിച്ചിരിക്കണം. ഇൻകം ടാക്സിൽ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ക്യാഷായി റിസീവ് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൂർണ്ണമായിട്ടുള്ള എമൗണ്ടും നമ്മൾ ഇൻകം ടാക്സ് ITRനകത്ത് കാണിച്ചിരിക്കണം. മറ്റൊരു വരുമാന സോഴ്സാണ് ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് ലാൻഡോ ഗോൾഡോ ഏതെങ്കിലും അസറ്റ് വാങ്ങിയിട്ട് അത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വിൽക്കുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് വിൽക്കുന്ന ടോട്ടൽ എമൗണ്ട്, അത് പ്രമാണത്തിൽ കാണിക്കുന്ന ടോട്ടൽ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിൽ പ്രശ്നമില്ല. ആ എമൗണ്ട് നമ്മൾ ഇൻകം ടാക്സിനകത്ത് കാണിക്കണം. അപ്പോൾ പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നതിന് നമ്മൾ GST ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻകം ടാക്സിൽ പ്രോപ്പറായിട്ട് ഫുൾ എമൗണ്ട് കാണിക്കുക. ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെസീറ്റും പൂർണ്ണമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചിരിക്കുക. 1 കോടി രൂപ സെയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിനിൽ കാണിച്ചു, പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1.5 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഉള്ള പെനാൽറ്റി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമാണത്തിൽ എത്രയാണോ എമൗണ്ട് വരിക അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാവുന്നത്. മറ്റു ഇൻകങ്ങളെല്ലാം ഇൻട്രസ്റ്റ് ഇൻകം, ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റ് ലഭിക്കുക, പ്രൈസ് മണി കിട്ടുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻകവും നമ്മൾ അതർ സോഴ്സ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതും ഇൻകം ടാക്സ് റിട്ടേണിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കാണിച്ചിരിക്കുന്ന അത്രയും എമൗണ്ടും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് റിസീവ് ചെയ്യുന്നതാണെങ്കിൽ ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ വരുമാനങ്ങളിൽ ഇൻകം ടാക്സും GSTയും പരിഗണിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല, പ്രശ്നമില്ല. പക്ഷെ അതിൽ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്ലാക്ക് മണി എന്നാണ് വിളിക്കുക. ഇൻകം ടാക്സും ബാങ്ക് അക്കൗണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻകം ടാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ GST ഡിപ്പാർട്ട്മെന്റിനും നിങ്ങളുടെയൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ആവശ്യമെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട്. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ളതാണോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് GSTയിലോ കാണിക്കേണ്ടതാണോ എങ്കിൽ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ക്യാഷ് വന്ന ശേഷം അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക.